ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ വെല്ലം നമ്മുടെ ചീനച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്ന് മെൽറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കിലോ വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അതാണ് കറക്റ്റ് അളവ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ഓൾറെഡി ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് അതിനെ പൊട്ടിച്ചിട്ടാലും പെട്ടെന്ന് നമുക്കത് മെൽറ്റായി കിട്ടും. അപ്പം ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനും ചേർക്കുന്ന സമയത്ത് ഇതിങ്ങനെ മെൽറ്റാക്കി ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിൻ്റെ അഴുക്കൊക്കെ അടിയിൽ ഊർന്ന് പൊയ്ക്കോളും. അപ്പം പിന്നെ ഞാൻ വീണ്ടും ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു അരമുറി തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ കറിക്കും ഒന്നും ആക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറിക്കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളും ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു അതിൽ തന്നെ നമുക്ക് തേങ്ങ എന്താ പറയുക വറുത്തെടുക്കാമെന്ന്. അപ്പോൾ അത് തേങ്ങ ഏകദേശം പാകം ആയി വരുന്നുണ്ട്. ഇത്രേ വേണ്ടൂ, അധികം അങ്ങോട്ടേക്ക് നല്ല കളർ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കിലോ അവൽ, ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചുവന്ന അവലാണ് വേണ്ടത്, വെള്ള അവൽ ഒരു ശരിയാവില്ല. അപ്പം എന്താ പറയുക, ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അതിന് പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 1/2 കിലോ അവൽ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഫുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് വറുത്തെടുക്കണം. ഈ അവൽ നല്ല ക്രിസ്പിയായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് പെട്ടെന്നായി കിട്ടും. അപ്പം അത്യാവശ്യം നല്ലോണം ഒന്ന് എന്താ പറയുക, കറുമുറു ആകണം. നമ്മൾ കടിക്കുന്നുണ്ടെങ്കിൽ കറുമുറു ആകണം. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചിരകി വെച്ച നമ്മുടെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ മിക്സാക്കി എടുക്കണം. അതായത് ഈ വറുത്ത അവലിലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഫുള്ളിൽ ഇടരുത്, സിമ്മിൽ ഇടാവുള്ളൂ. അപ്പോൾ ഇതാ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അവലും വറുത്ത തേങ്ങയും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വെല്ലമാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി മെൽറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ വെല്ലം. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കിലോയാണ്, ഞാൻ 1/2 കിലോ അവലിന് 1/2 കിലോ വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. കൂടുതൽ അളവെടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ അടിയിൽ ഊർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലത് മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെല്ലവും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അതിനെ മിക്സ് ആക്കണം. കാരണം ഈ വെല്ലം ഇതിലേക്കൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ വെല്ലവും കൂടി ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം ഇടണമെങ്കിൽ ജീരകം ഇടാം കേട്ടോ. അപ്പോൾ ഏലക്കായ് പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറുത്തതൊന്നും അല്ല കേട്ടോ, സാധാരണ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ജസ്റ്റ് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിൽ എന്താ പറയുക, അത് ഫ്രൈ ആക്കി എടുക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണക്കമുന്തിരി കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന പോലെ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ക്യാഷു ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് നെയ്യാണ്. നെയ്യ് കുറച്ച് നല്ലോണം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ നെയ്യിലേക്ക് കിടന്ന് ഇതൊന്ന് നല്ലോണം വരട്ടിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലോണം സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ അന്വേഷിച്ച് വന്ന് തുടങ്ങി, എന്താണ് സ്മെല്ല്, എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അങ്ങ് ഇളക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഒന്ന് സെറ്റ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിയിൽ പിടിക്കാൻ പോകുന്ന പോലെ കാണുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് ആ നെയ്യൊന്ന് ഇതിലേക്ക് നല്ലോണം എന്താ പറയുക എന്താ പറയുക, ഈ നമ്മുടെ ഫുൾ സാധനങ്ങൾ നെയ്യിൽ വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം നമുക്ക് നെയ്യിലും നല്ലോണം ഒന്ന് വരട്ടിയിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ പഴം ഇടാവൂ, അല്ലെങ്കിൽ ഇത് മോശമായിപ്പം. ഇത് എത്ര ദിവസം വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ അവിൽ വിളയിച്ചത് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.